മുത്തുമണികളെ എല്ലാവർക്കും സുഖം വിചാരിക്കുക. അപ്പൊ 1000 കിലോമീറ്റർ ശ്രദ്ധിക്കണം, 1000 കിലോമീറ്റർ 2 ദിവസം കൊണ്ട് സ്വന്തം ഉടമയുടെ അടുത്തേക്ക് എത്തിയ ഒരു പ്രാവിന്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന്റെ വീഡിയോസ് കണ്ടിട്ട് തരാം. ഓക്കെ, ഈ വർഷം 1000 കിലോമീറ്ററിലൊക്കെ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. കുഡൂസിൽ നിന്ന് ഫെബ്രുവരി 19 രാവിലെ 8 മണിക്കാണ് മറ്റ് 79 പ്രാവുകൾക്കൊപ്പം റേസിംഗ് ഹോമറും പറക്കാൻ തുടങ്ങിയത്. റോഡ് മാർഗം കുഡൂസിലെത്തി നിശ്ചിത സമയത്ത് എല്ലാവരും പ്രാവുകളെ കൂട് തുറന്നു വിട്ടു. ഉടമകൾക്ക് മുന്നേ പ്രാവുകൾ തിരിച്ചെത്തി. ഫെബ്രുവരി 20 പകൽ 11:58 ട്രോഫിയും ചെറിയൊരു തുകയും മാത്രമാണ് സമ്മാനമെങ്കിലും ഇതൊരു ക്രേസാണ് ഈ പ്രാവുടമകൾക്ക്. റേസിംഗ് ഹോമർ എന്ന പ്രാവാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിപ്പോ 5ാമത്തെ വർഷമാണ് റേസിൽ പങ്കെടുത്തുള്ളത്. ഇതിന് മുമ്പൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. 2022 തൊട്ടിട്ട് റേസിന് പങ്കെടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ഈ വർഷം 1000 കിലോമീറ്ററിലൊക്കെ ആദ്യമായിട്ടാണ് പ്രാവുകളെ റേസിന് പങ്കെടുപ്പിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ഫസ്റ്റും സെക്കൻഡും നേടാൻ കഴിയും. ഇക്കങ്ങള് വേറെ ലെവലാട്ടാ. കാരണം അതിനെ ട്രെയിൻ ചെയ്ത് വെച്ചിന് ബിഗ് സല്യൂട്ട്. കാരണം വേറെ ഒന്നും പറയല്ലേ. കാരണം 1001 കിലോമീറ്ററിൽ ഫസ്റ്റും സെക്കൻഡും നിങ്ങൾക്ക് കിട്ടിയില്ലേ, അത് നിങ്ങളെ സമ്മതിച്ചേ പറ്റുള്ളൂ. അതൊരു പ്രാവിനെ വെച്ചിട്ട് അത് നിങ്ങളെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കഴിവുള്ള. കാരണം വേറെ ഒന്നല്ല, ഇവിടെ കോഴിക്കോട് പോയിട്ട് തിരിച്ച് എടപ്പാട് വഴി ബ്ലോക്കാന്ന് വെച്ചിട്ട് വരണ്ടാക്കിയിട്ട് ജംഗ്ഷൻ വഴി കയറിയിട്ട് അത് ജംഗ്ഷനിൽ ഇറങ്ങാണ്ട് നേരെ പാലപ്പെട്ടി പോയി ഇറങ്ങിയിട്ട് മാറഞ്ചേരിക്ക് വന്ന ടീമൊക്കെ ഉണ്ട് ഇവിടെ വഴി തെറ്റിട്ട്. അപ്പോൾ ആലോചിക്കണോ, 1001 കിലോമീറ്റർ 2 ദിവസം കൊണ്ട് ആ പ്രാവ് ആ ഉടമയുടെ അടുത്തെത്തി. സരാസ്ക ഓക്കെ, അടിപൊളിയുണ്ട്.